അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. സുജു ടി ബാബു ചേരുകയാണ്. സുജു, ആയിരങ്ങളാണ് അവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. സുജു. തീർച്ചയായിട്ടും നൂറുകണക്കിന് ആളുകൾ അല്ലെങ്കിൽ ആയിരങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതേപോലെ തന്നെ ചില ആളുകളും അവിടെ എത്തി മൊബൈൽ മോർച്ചറിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന അല്ലെങ്കിൽ ആ മൃതശത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുജയുടെ മകൻ മാത്രമല്ല, എല്ലാവരുടെയും മകനായി മാറുകയാണ്. തീർച്ചയായിട്ടും ആ സുജയുടെ വിഷമം, ഇതിന്റെ അമ്മയുടെ വിഷമം നമ്മൾ കുറച്ച് കാണുകയല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് അവിടെ എത്തുന്ന ആളുകളുടെ ദുഃഖമെങ്കിൽ എത്രത്തോളം വലിയ ദുഃഖമായിരിക്കാം മിഥുന്റെ അമ്മയ്ക്കുണ്ടാകുന്നത്. കണ്ടു നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ മിഥുനെ ഇതിനു മുമ്പ് അറിയാത്ത ആളുകൾക്ക് പോലും ഇത്രത്തോളം സങ്കടം ഇത് വരുത്തി വെക്കുന്നെങ്കിൽ മിഥുന്റെ പെറ്റമ്മയ്ക്ക്, ഇതിന്റെ പോറ്റമ്മയ്ക്ക് ഒക്കെ തന്നെ എത്രത്തോളം താങ്ങാൻ സാധിക്കും. ഒരിക്കലും അവർക്ക് അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഇനി ദിവസങ്ങളും മാസങ്ങളും ഒരുപക്ഷെ എടുത്തേക്കാം. അതുതന്നെയാണ് ആ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ കൈകൂപ്പിക്കൊണ്ട് മിഥുനെ അവസാനമായി കാണുന്നു, അഭിമുഖീകരണം അർപ്പിക്കുന്നു. ഇതെല്ലാം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അതായത് മിഥുന്റെ അമ്മയ്ക്ക് മാത്രമല്ല, അവിടെ എത്തുന്ന ഓരോ ആളുകൾക്കും മിഥുന്റെ അച്ഛനെ പോലെ, മിഥുന്റെ അമ്മയെ പോലെ, മിഥുന്റെ സഹോദരനെ പോലെയൊക്കെ കരയുകയാണ് അവരും. അവിടെയാണ് മിഥുന്റെ അമ്മ സുജ എന്ന് പറയുന്ന മിഥുന്റെ അമ്മയ്ക്ക് ഇത് എത്രത്തോളം ആഴത്തിലുള്ള മുറിവായിരിക്കും. കഴിഞ്ഞ ദിവസമുണ്ടായ ഔചാരികമായി അപകടം, അതിന് അനാസ്ഥ സത്യവർക്കെതിരെ ശക്തമായ നടപടിയും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് പോകുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഈ നിമിഷം നമുക്ക് ഈ കുടുംബത്തിന്റെ വേർപാടിന്റെ, ആ കുടുംബത്തിനുണ്ടായിരിക്കുന്ന ദുഃഖം, ഒരു വീട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ കാണുന്ന മിഥുൻ ഭവനമാണ്. ചെറിയൊരു വീടാണ്, 2-3 മുറി മാത്രമുള്ള ഒരു വീട്, അതിന് മൂടിട്ട മേൽക്കൂരയാണ്, പലപ്പോഴും ചോർന്നിരിക്കുന്ന ഒരു വീട് കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ വീട് പൂർണ്ണമായി പിരിഞ്ഞുകൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. ഒരു താൽക്കാലികമായി മറ്റൊരു വാടക വീട്ടിലേക്ക് മാറി താമസിച്ചിരുന്നു. അമ്മ വിദേശത്തേക്കായി ജോലിക്ക് പോകുമ്പോൾ അതിന് ദിവസം മിഥുന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മനു മിഥുന് വൈദ്യുതി ചെരുപ്പൊക്കെ മേടിച്ചു കൊടുക്കണം, അത് മേടിക്കണമെന്നൊക്കെ ആഗ്രഹത്തിലായിരുന്നു കാത്തിരുന്നത്. അതിനിടയിലാണ് രാവിലെ തന്നെ വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ചെല്ലണമെന്ന വിവരം പുറത്തു വരികയും ആശുപത്രിയിലെത്തുമ്പോൾ മകന്റെ മരണ വിവരം അറിഞ്ഞ അച്ഛൻ അനുജൻ സുജിൻ, ആ പയ്യൻ, അവനെ സംബന്ധിച്ചോളം പറയുന്നൊരു കാര്യമുണ്ട്. ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുമ്പോൾ മറ്റു കുട്ടികളോടൊപ്പം ടീമിൽ ആളൊക്കെ കുറയുമ്പോൾ അനുജന് അവസരം കൊടുക്കുമായിരുന്നു. അവർ കലഹിച്ചും പിണങ്ങിയും ചേർന്നിരുന്നും ചിരിച്ചും ഒക്കെ പോയൊരു കൗമാരക്കാരുടെ പ്രായമായിരുന്നു, ബാല്യമാണ് അവർ. 13-8 വയസ്സുള്ള 2 കുട്ടികൾ. ഇവരുടെയൊക്കെ ഒരു ജീവിതത്തെ വളരെ പെട്ടെന്ന് അവിടേക്കാണ് മരണത്തിന്റെ രൂപത്തിൽ ദുഃഖം കടന്നു വരുന്നത്.